സോ ദ പ്രീ ലവ്ഡ് കാർ ക്രോണിക്കിൾസിന്റെ എപ്പിസോഡ് 3 ആണല്ലേ? അതെ. ഇന്ന് എൻ്റെ ഒരു ഡ്രീം കാറാണ് 530D M Sport. സോ അതിന്റെ വിശേഷങ്ങൾക്ക് കടക്കാം അല്ലേ? ഇത് വന്നിട്ട് 2017 മോഡലിൽ ഫേസ് ലിഫ്റ്റ് വന്ന G30 ഷാസി കോഡിൽ വരുന്ന ഷേപ്പാണ്. G30 വന്നപ്പോൾ തന്നെ ഒരു ബിഗ് ഡിഫറൻസ് ആണ് ഫ്രം F10. F10 ഫുൾ ബെറ്റർ ആയി. അപ്പോൾ അതാണ് നമ്മൾ ഇത് സ്പെഷ്യലായിട്ട് G30നെ കൊണ്ടുവരാൻ കാരണം. എന്തുകൊണ്ടാണ് G30 ഇപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള കാര്യങ്ങൾക്ക് കിടക്കാം. പിന്നെ ഇതൊരു എന്തൂസിയാസ്റ്റ് കാറാണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രീ ലവ്ഡിൽ കൊണ്ടുവരാൻ ഒരു കാരണം കൂടിയായത്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾക്ക് കിടക്കാം. സോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റിയറിംഗ് ആണ്. ഇത് രസമാണല്ലേ സ്റ്റിയറിംഗ്. IM ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സർക്കിളാണ്, പ്രോപ്പർ സർക്കിൾ ഷേപ്ഡ് അല്ല, പക്ഷെ അത് കാണാനൊരു കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇത് ഒരു അനലോഗ് കോൺഫിഗറേഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഫുൾ പോയിരിക്കുന്നത്. പിന്നെ ജർമ്മൻസ് ആയതുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക്സ് ബെൽറ്റ് ആവുന്ന ഒരു പ്രശ്നം നമുക്ക് ഇവിടെ കാണാം. അതിവിടെ ഇവിടെയും ആ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ ലെതർ മാറ്റി വേറൊരു മെറ്റീരിയൽ ചെയ്യിപ്പിച്ചാൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതിൻ്റെ ഓപ്പണിങ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ രസമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഗിയറാണ്. ആ ഒരു ടിപ്പിക്കൽ BMW ഒരു ഇതാണ്. നമുക്കിങ്ങനെ അൺലോക്ക് ബട്ടൺ ഞെക്കിയിട്ട് റിവേഴ്സും ന്യൂട്രലും ഡ്രൈവും. പിന്നെ ഇങ്ങോട്ട് ഇട്ടാൽ സ്പോർട്ട് മോഡിലേക്ക് നമുക്കിങ്ങനെ സ്റ്റെപ്ട്രോണിക്കും ചെയ്യാം. സോ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ BMW ഇവിടെ തന്നെ നമുക്കിങ്ങനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ടച്ച് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടം അന്ന് തന്നെ ഒരു ഗെസ്റ്റർ കൺട്രോളിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സെൻസർ ഇവിടെയാണ്, ഫ്രെയിംലെസ് മിററാണ്, ഇവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സൺറൂഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ബിറ്റ്സ് ഇവിടെയൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്ലോബോ, ഇവിടെ ഒരു ആംറസ്റ്റിൽ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓവറോൾ ഫീൽ ഇഷ്ടമാണ്. ഇവിടെ ഒരു ബർഗണ്ടി കളറാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സീറ്റ്സ് ആണെങ്കിലും ഒരു നല്ലൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്, ഒരു പ്രീമിയം ഫീലുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഡീറ്റെയിൽസ് കാണിക്കും. പിന്നെ നമുക്ക് മൈ വെഹിക്കിളിൽ പോയാൽ ഇത് സർവീസ് ചെയ്യേണ്ട ടൈം എല്ലാം കാണിക്കും, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ AC വരുന്നത്. നല്ല ഒരു സംഭവമാണ് 4 സോൺ ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിയാനോ പെഡൽസ് ആണ്. അത് BMW ആണ് മെയിനായിട്ട് കൊടുക്കുക, പിയാനോ പെഡൽസ്. പിന്നെ എനിക്കൊരു മെയിൻ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ. അവിടെ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. കണ്ട എല്ലാ ഡീറ്റെയിൽസും അവിടെയും കാണിക്കും. സോ അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ ഫ്രണ്ടിലത്തെ ഒരു വിശേഷം. സോ റിയർ സീറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു ടാൻ ബ്രൗൺ ലെതർ ഫിനിഷ്, ഫുൾ കംഫി ആയിട്ടുള്ളൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ആ ഒരു മെർസിഡീസ് ലെവൽ ഓഫ് കംഫർട്ട് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം അടിപൊളിയാണ്. നമുക്കൊരു പ്രീമിയംനെസ്, ആ തൊടുമ്പോൾ എല്ലാം എല്ലാ ഭാഗത്തും സോഫ്റ്റ് ടച്ച്, ആ ഒരു ഡ്യുവൽ സ്റ്റിച്ചിങ്ങും ഇവിടെ എല്ലാം ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവീനിയൻസിനുണ്ട് AC കൊടുത്തത്. ഇതിൽ 4 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. നമുക്കത് മാനുവലി തന്നെ എല്ലാം സെറ്റ് ചെയ്യാനും ഓട്ടോമാറ്റിക്കിലേക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സിഗാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്സ് പോർട്ട് എല്ലാം, CD പ്ലെയർ വരെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. ആ ഒരു ടൈമിൽ ഇറങ്ങിയ വണ്ടി ആയതുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലൈറ്റ്സിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട്, ട്വിൻ കപ്പ് ഹോൾഡേഴ്സ്. ഇതെല്ലാം ഒരു ടിപ്പിക്കൽ ജർമ്മൻസിൻ്റെ ഒരു ക്യാരക്ടറാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്സ്, എയർ ബാഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റിയറിലെ കർട്ടൻ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്, അത് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, അത് 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ മീഡിയ, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു B പില്ലറിൻ്റെ ഭാഗത്തായിട്ട് ഒരു AC വെൻസ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് നമ്മുടെ രീതിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവൽ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ പീസ് കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ആ ഒരു സിൽവർ ഫിനിഷസും ആ ഒരു ട്വീറ്റർ പ്ലേസ്മെൻറ്റും ഹർബൻ കാർഡിൻ്റെ സ്പീക്കർ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പ്രീമിയം റിച്ച് ഫീൽ നമുക്ക് കിട്ടുന്നു ആ ഒരു ബ്രൗൺ ഫിനിഷസിൽ കൊടുക്കുമ്പോൾ. സീറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്ലൈൻ ആംഗിൾ അത്ര അപ്രൈറ്റ് അല്ല, എന്നാൽ കുറച്ച് നല്ല ഫോൾഡഡ് ആണ്. നമുക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിരിക്കാം. ഇത് ഈ ഒരു ഭാഗത്ത് അണ്ടർ തൈ സപ്പോർട്ട് ഒരു പൊടിക്കലാക്കിങ് ആണ് എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട്. ലെഗ് റൂമായാലും നീ റൂമായാലും ആംപിൾ എമൗണ്ട് ഉണ്ട്. ഇവിടെയായിട്ട് ഒരു മാഗസിൻ ഹോൾഡേഴ്സ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു പ്ലാസ്റ്റിക് ഫീല് കിട്ടുന്നത്, ബാക്കി എല്ലാ ഭാഗവും സോഫ്റ്റ് ടച്ച് ഫീൽസ് ആണ്. അപ്പോൾ സീറ്റ്സിൻ്റെ കംഫർട്ട് നമുക്ക് റിയറിനെ പറ്റി പറയുമ്പോൾ റിയറിൻ്റെ ഏറ്റവും കിങ് എന്ന് പറഞ്ഞ മെർസിഡീസ് ആണ്. മെർസിഡീസ് ലെവൽ ഓഫ് ഇല്ല, കാരണം ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പോൾ നമുക്ക് ഇനി ഡ്രൈവിംഗ് വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് ഡ്രൈവ് റിവ്യൂവിലേക്ക് കിടക്കുകയാണ്. 530D M Sport. ഇതൊരു സെഡാൻ ആയതുകൊണ്ടും BMW ആയതുകൊണ്ടും അശ്വിനാണ് ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഡ്രീം കാറാണ്, അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. 530D M Sport ആണ്. സോ ഇത് G30 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ഇതിന്റെ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ എഞ്ചിൻ പറയാം. ഇൻലൈൻ 6 3 ലിറ്റർ എഞ്ചിനാണ്. ഇതിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 265 bhp
അവിടെ അല്ല ടെസ്റ്റ് 650 Nm ടോർക്ക്. ആ ടോർക്കാണ് ഈ ഡീസലിന്റെ ഒരു പ്രത്യേക ഒരു കാര്യം. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ബട്ടർ സ്മൂത്ത് ആണല്ലോ ഇൻലൈൻ 6ന്റെ ബാലൻസ്. നമ്മൾ നോർമൽ 520D ഓടിക്കണ പോലെ അല്ല 530D ഓടിക്കുമ്പോ. ഒന്ന് റവ് ചെയ്താൽ അല്ലെങ്കിൽ ഫ്ലോർ ചെയ്താൽ മാത്രമാണ് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് സൈലൻസ് ആണ്. ഒരു പുഷ് ബാക്ക് ഫീൽ ഉണ്ടല്ലോ, അത് ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യൽ തന്നെ പറയുമ്പോൾ. സോ ഇതിൽ വന്നിരിക്കുന്നത് ZF 8 സ്പീഡാണ്. അപ്പോൾ റിലയബിലിറ്റി കേസിന് എപ്പോഴും BMW കൊടുക്കണ അവരുടെ തന്നെ ട്രാൻസ്മിഷൻ ആണ്. ബെസ്റ്റ് ട്രാൻസ്മിഷൻ തന്നെയല്ലേ എപ്പോഴും, ഒരു എക്സ്ട്രാ ഇല്ലാത്ത ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ് എപ്പോഴും കൊടുത്തിരിക്കുന്നത്. ഡ്രൈവ് ഫീല് ഒന്നും പറയാല്ല. ആ ഒരു നമ്മളിരിക്കണ ആ സ്റ്റാൻസ് ഉണ്ടല്ലോ, നമ്മളാ പൊസിഷൻ കറക്റ്റ് ഒരു ഡ്രൈവേഴ്സ് പൊസിഷൻ എന്നൊക്കെ പറയില്ലേ. സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒക്കെ വേറെ ലെവലാണ്, പെർഫെക്റ്റ് ആണ്, ഇൻ ഹാൻഡ് റെസ്പോൺസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞു. ഇനി സസ്പെൻഷനെ പറ്റി പറയാം. ഈ ഫ്രണ്ടിൽ ഈ ഒരു എഞ്ചിൻ വെയിറ്റും ആ ഒരു ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഫ്രണ്ട് നല്ല ഒരു കുഷ്യൻഡ് ആണ്, എന്നാൽ നല്ല ഒരു സ്റ്റിഫ്നെസ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് അഡാപ്റ്റീവ് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഓടിക്കണ അനുസരിച്ച് സസ്പെൻഷന്റെ ബിഹേവിയർ മാറും. അല്ലാതെ നല്ല സസ്പെൻഷൻ ആണ്. ബാക്കിൽ വരുമ്പോ ഒരു ചെറിയ സ്റ്റിഫ്നെസ് അല്ലാതെ ഉണ്ട്, ആ ഒരു റോളിംഗ് കുറയ്ക്കാൻ വേണ്ടിട്ട്. അതെ, നമ്മളിപ്പോ അഡാപ്റ്റീവിൽ ഓടിക്കുമ്പോ തനിയെ നമ്മുടെ ഡ്രൈവിംഗ് സീക്വൻസ് അനുസരിച്ച് ഇൻപുട്ട് മാറിക്കൊണ്ടിരിക്കും. ഓരോ മോഡും മാറുമ്പോഴനുസരിച്ച് മോഡ്സ് പറയുമ്പോൾ തന്നെ കംഫർട്ട് ഉണ്ട്, ഇക്കോ പ്രോ, പിന്നെ സ്പോർട്ട്. പിന്നെ നമുക്ക് തന്നെ ട്വീക്ക് ചെയ്യാൻ പറ്റും സ്റ്റിയറിംഗ് റെസ്പോൺസും ട്രാക്ഷൻ, സ്റ്റിയറിംഗ്, സസ്പെൻഷൻ എല്ലാം. അപ്പൊ എഞ്ചിന്റെ ക്യാരക്ടറേ ഒരു ഇനീഷ്യൽ ലാഗ് കഴിഞ്ഞുണ്ടല്ലോ ജസ്റ്റ് ഫ്ലൈസ് ഈ വണ്ടി. ആ 650 Nm നമ്മൾ എത്തുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു പോക്കാണ്. അത് വേറെ ഒരു ഫീൽ തന്നെയാണ്. എക്സോസ്റ്റ് നോട്ടും കൊള്ളാം. ആ ഇൻലൈൻ 6ന്റെ സൗണ്ട് നല്ല രസമാണ് ഡീസൽ ആയിട്ടും. ഇതിന്റെ പ്രത്യേകം എന്താ അറിയോ, ഇത് റെവ് ഹാപ്പി ഡീസൽ എഞ്ചിനാണ്. അത് റെയർ ആണ്. നമ്മൾ റെവ് ഹാപ്പി ഡീസൽസ് ഒക്കെ കാണുന്നത് റെയർ ആണ് ആക്ച്വലി. നമ്മള് കഴിഞ്ഞ ഫിഗോയിലാണ് പറഞ്ഞത് അത് കുറച്ചുകൂടി റെവ് ഹാപ്പി ആണ്. എസ്പെഷ്യലി റിയർ വീൽ ഡ്രൈവും കൂടെ ആയതുകൊണ്ട് ആ ഒരു എൻഹാൻസ്മെന്റ് കൂടുതലാണ്. അതെ, ആ ഒരു എഞ്ചിന്റെ ഒരു ക്വാളിറ്റി അതാണ് ലൈക്ക് നമ്മൾ മിസ് ചെയ്യാൻ പോണ ഒരു മെയിൻ ഫാക്ടർ ആ 3 ലിറ്റർ ഇൻലൈൻ 6ന്റെ. പിന്നെ നമ്മള് സ്പോർട്ട് മോഡ് ഒക്കെ ഇട്ട് പോയി ഇങ്ങനെ ഈ പുഷ് ബാക്ക് ഇട്ടല്ല, അത് വേറെ ഒന്നിനും കിട്ടില്ല ആ ഒരു ഫീല്. നീ ഇപ്പൊ പറഞ്ഞപ്പോ ഫീൽ ചെയ്തപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിന്റെ സീറ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ്. ഇതിന്റെ ഈ ഹിപ്പിന്റെ ഭാഗമായാലും നമുക്ക് അണ്ടർ സപ്പോർട്ട്, ഈ ലംബാർഡ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആകാൻ ആ ഒരു കംഫർട്ട്നെസ് എക്സ്ട്രീം ആണ്. അത് നമ്മള് ഫാസ്റ്റ് ആയിട്ട് ഓടിക്കുമ്പോ തന്നെ ഹോൾഡ് ചെയ്യും മൊത്തം. അതാണ് ഈ പ്രത്യേക ഫീലിംഗ് ഒക്കെ പോയി. ഇപ്പൊ എഞ്ചിൻ സൈസ് കുറയാണ്. പിന്നെ നമ്മൾ ആ ത്രോട്ടിൽ ചെയ്യുമ്പോൾ ആ എഞ്ചിൻ നോട്ട് അല്ലേ ഒരു ഗൂസ് ബംസ് തന്നെയാണ്. ഇറ്റ്സ് എ ലാസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇനി ഇതുപോലത്തെ ഒരു കാർ നമുക്ക് കിട്ടില്ല. കാരണം പുതിയ 5 സീരീസ് ഇറങ്ങിയപ്പോൾ ആ ഡീസൽ എഞ്ചിൻ അങ്ങനെ എടുത്തു കളഞ്ഞു. ഫുൾ പെട്രോൾ ഹൈബ്രിഡ് ആ ഒരു. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലി ഇത് പ്രീ ലെവലിൽ കൊണ്ടുവന്നത്. എന്താ വെച്ചാൽ ഈ വണ്ടി ഈ എഞ്ചിൻ നമ്മൾ ഇനി ഒരു ഫ്യൂച്ചറിൽ പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ഈ ഒരു എഞ്ചിൻ. സോ എന്റെ ഇനീഷ്യൽ ഫേവറേറ്റ് F90 ആണ്, M5. F90 M5 ഒരു ഗുഡ് ലുക്കിംഗ് ലാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ G30. ഇപ്പത്തെ 5 സീരീസിന്റെ ലുക്ക് കണ്ടില്ലേ, നശിപ്പിച്ചു. എഞ്ചിന്റെ ക്വാളിറ്റി ലൈക്ക് ലെവല് കുറഞ്ഞു BS നോംസ് കാരണം. അപ്പൊ അതൊക്കെ നോക്കുമ്പോ അല്ലേ ഇതൊരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്, റെയർ ആണ്. ലൈക്ക് ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടണോണ്ട് നമുക്ക് സങ്കടമില്ല വാങ്ങാൻ അല്ലേ, ഡിപ്രിസിയേഷനിൽ മേടിക്കുകയും ചെയ്യാം, അതൊരു വേറെ കാര്യം. ഈവൻ അതിന്റെ വാല്യൂ ആയാലും അത്യാവശ്യം ഹോൾഡ് ഉണ്ട് ഇപ്പൊ ഇത് കിട്ടാനില്ലാത്തതുകൊണ്ട്. മുമ്പ് കിട്ടാനുള്ളപ്പോ ലൈക്ക് എവരി വൺ വാസ് ലൈക്ക് പുതിയത് വാങ്ങിക്കാം അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലായാലും നല്ലത് കിട്ടാനാണ് ഡിഫിക്കൽട്ട്. പിന്നെ 2020 വരെ ആയിരുന്നു ലാസ്റ്റ് ഗുഡ് ലുക്കിംഗ് BMW, അത് പ്രത്യേകിച്ച് 5 സീരീസ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയാ ഒരു സ്റ്റിയറിംഗിന്റെ ഒരു ഫീൽ, M എന്ന് എഴുതിയിരിക്കണ ഇന്റീരിയർ കാണാനും അല്ലേ. ഇപ്പോഴും ആ ഒരു M സ്പോർട്ടിന്റെ ഒരു ഡിസൈൻ ലേഔട്ട് ഇപ്പോഴും തന്നെയാണ് കീപ്പ് ചെയ്തത്. പിന്നെ പ്ലാസ്റ്റിക്സ് മെൽറ്റ് ആവും, അത് പിന്നെ ജർമ്മൻസിന്റെ ഒരു ടിപ്പിക്കൽ നേച്ചർ ആണ് അത്. പിന്നെ ഞാൻ പറയണ എന്താ വെച്ചാ ഈ ഫീലുള്ള ഒരു ഫാമിലി കാർ ഇനി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ പറയുകയാണെങ്കിൽ അപ്പുറത്ത് ഇതിന്റെ വലിയ ആളുണ്ട് M5. പിന്നെ നമുക്ക് ഈ സെഗ്മെന്റിൽ പറയാൻ പറ്റില്ല. 2 crore above വരും. പ്യുവർ ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാറാണ്. അതെ, ഇത് പിന്നെ ഇറങ്ങിയ സമയത്തും 90 lakhs ആയിരുന്നു ലാസ്റ്റ് 2020 ഇറങ്ങിയപ്പോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ ഗിയർ ലിവർ, ഇത് ഭംഗിയല്ലേ. ഇത് പോയി ഒരു ചെറിയൊരു അയ്യോ ഇങ്ങനെ മാറ്റണം, അതെനിക്ക് ഭയങ്കര സങ്കടമായ കാര്യമാണ്. എന്താ വെച്ചാൽ ഇതൊരു ഭംഗിയുള്ള ഒരു ഗിയർ ലിവർ, അത് കാണാൻ തന്നെ
പിന്നെ അക്കോസ്റ്റിക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ടല്ലേ, ഹീറ്റ് റിഡക്ഷന്, നോയിസ് റിഡക്ഷനും നല്ല ഇൻസുലേഷനെ പുറത്തുനിന്ന്. പിന്നെ നമുക്ക് പുറത്തത്തെ ഒരു ഡ്രാമയോ നോയ്സ് ഒന്നും അറിയില്ല. നമ്മൾ ഫ്ലോർ ചെയ്താൽ മാത്രം എഞ്ചിൻ നോട്ട് കേൾക്കുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാ, ഇതിന്റെ എഞ്ചിൻ ഇല്ലേ, ഏത് റെഫറൻസിൽ നിന്ന് നീ ആക്സിലേറ്റർ ചവിട്ടിയാലും പുള്ളി. അത് പിന്നെ 8th ഗിയറിൽ ഇങ്ങനെ ക്രൂസ് ചെയ്യാൻ വിചാരിച്ചോ ഒരു 80 സ്പീഡിൽ, അവിടുന്ന് നീ ത്രോട്ടിൽ ചെയ്താലും സാധനം പുള്ളി. നിങ്ങൾക്ക് ഏത് മൊമെന്റിലാണോ പവർ വേണ്ടത് അത് ആ ടിപ്പിലുണ്ടാവും. കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോ ഇതിനിപ്പോ ബെൻസ് E350 നോക്കുമ്പോ എന്താ വെച്ചാ പവർ ഉണ്ട്, പക്ഷെ ഡ്രൈവിംഗ് ഫീൽ പോയി ഇല്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ പ്യുവർ മറ്റേ ഒരു റിയർ സീറ്റ് എക്സ്പീരിയൻസിന് വേണ്ടി. അത് പക്ക കംഫർട്ടാണ്, ലക്ഷറി. ഇത് മേടിക്കേണ്ട ആള് ഓടിക്കണം, ഇത് മേടിക്കേണ്ട ആള് ഓടിക്കുക തന്നെ ചെയ്യണം. ലൈക് ഡ്രൈവർ വെച്ച് പോകേണ്ട വണ്ടിയേ അല്ല. അതാണ് ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ ലെക്സസ് നമ്മൾ നോക്കുകയാണെങ്കിലും ലെക്സസിന്റെ ES അത് നോക്കുകയാണെങ്കിലും അതും ഒരു നമ്മള് എന്താ പറയാ ബിസിനസ്സുകാർക്ക് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കും പോവാം, പക്ഷെ നിങ്ങൾ തന്നെ ഓടിക്കണം. അതാണ് എന്തൂസിയാസം ഈ വണ്ടിയിൽ കിട്ടുന്നത്. പിന്നെ കോൺസ് നോക്കുകയാണെങ്കിൽ സീറ്റ് വെന്റിലേഷൻ ഇല്ല ഇത്ര വില കൂടിയ വണ്ടിക്ക്. ചെറിയ കോസ്റ്റ് കട്ടിങ്സ് കുറെ ഉണ്ട്. ലൈക്ക് നിങ്ങൾ ഫീച്ചേഴ്സ് കുറെ എക്സ്പെക്ട് ചെയ്യരുത്. BMW is only for that engine and the steering feel. അപ്പോൾ നമ്മൾ ഇതിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി ഇതിൽ ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി പറയാം. ഒന്ന്, ഇതിന്റെ ഡിസ്പ്ലേയിലെ ഒരു ജസ്റ്റർ കൺട്രോൾസ്. അത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വോയിസ് കൂടാനും തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഡിക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു 2 വിരൽ വെച്ച് ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് പോസ് ആണോ പ്ലേ ആണോ വേണ്ടതെന്നുള്ളത് അത് ഡിറ്റക്ട് ചെയ്യും. പിന്നെ നമ്മള് ഇവിടെയാണ് സെൻസർ, അതുകൊണ്ട് ബാക്കിലിരുന്ന് കാണിച്ചാലും ആവൂല, നമ്മളിവിടെ അടുത്ത് വന്നിട്ട് ചെയ്യേണ്ടി വരും. അതും എക്സാക്ട്ലി ഒരു ഡ്രൈവറിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഫീച്ചർ പോലെ. പിന്നെ BMW കുറെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട്. നമ്മള് വണ്ടി കേറുമ്പോ എന്നാ സ്റ്റിയറിംഗ് വരുന്നത് നമ്മുടെ അടുത്തേക്ക്, നമ്മളെ ഇലക്ട്രിക് കൺട്രോൾ BMW ഇങ്ങനെ ഇത് കാണിക്കുന്നതും. പിന്നെ നമ്മൾ റിവേഴ്സ് ഇടുമ്പോ തനിയെ ബ്ലൈൻഡ്സ് താഴേക്ക് വരും. ഭയങ്കര വെൽക്കമിങ്. അതെ, അതേപോലെ മിറേഴ്സ് തനിയെ അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് ഈ ജർമ്മൻ കാർസിന്റെ ഒരു സ്പെഷ്യൽ പറയുകയാണെങ്കിൽ. ഇത് മറ്റു കാഴ്ചയിലും ഉണ്ട്, പക്ഷെ ഇതില് ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രൈവർ സെൻട്രിക് കാറാണ്. അപ്പൊ അതിന് ഒരു ഓറിയന്റഡ് ഉള്ള രീതിയിലെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പെട്രോൾ എടുത്തിട്ട് ഒരു കാര്യമില്ല, എന്താ വെച്ചാൽ ഓയിൽ കൺസംഷനും മൈലേജും ഇല്ല. ഇത് നിങ്ങൾക്ക് പവർ പ്ലസ് ഡ്രൈവിംഗ് ഫീൽ പ്ലസ് എല്ലാം കിട്ടും ഈ 3 ലിറ്റർ ഡീസൽ എടുത്താൽ. അപ്പൊ നമുക്ക് ഇതിന്റെ മൈലേജിനെ പറ്റി പറയാം. മൈലേജ് ഹൈവേയിൽ ഒരു 15-16 കിട്ടും. അത്രയും നമ്മൾ ത്രോട്ടിൽ ബാലൻസിൽ പോയാൽ. പക്ഷെ ഒരു സിറ്റി യൂസ് ഒക്കെ ആണെങ്കിൽ 11-12 ആ റേഞ്ച്. പിന്നെ നിങ്ങൾ കുറച്ച് പൊളിച്ചു ഓടിക്കുകയാണെങ്കിൽ 10 പോകും. അതെ, എന്താ വെച്ചാ ഇത് DSG അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഒരു എക്കോണമിയാണ്. ഒരു ട്രാൻസ്മിഷൻ ഇപ്പോ ZF8 സ്പീഡ് അല്ലേ, എല്ലാത്തിനേക്കാളും വലുത് റിലയബിലിറ്റിയാ, ഒരു പീസ് ഓഫ് മൈൻഡ് വേണം. പക്ഷെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രശ്നങ്ങൾ വരാവുന്നതാണ്. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ സ്പോർട്ട് മോഡ് ഇടുക, ഈ ഫീല് വേറെ ലെവലാണ്. വേറെ ഒരു വണ്ടിക്കും ഇത് മാച്ച് ചെയ്യാൻ പറ്റില്ല. ബ്രേക്സ് ഉണ്ടോ, വേറെ ലെവൽ ബ്രേക്സ്, അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഞാൻ ഇതിൽ ഇടയ്ക്ക് വിട്ടുവരും കാര്യമുണ്ട്, ഇതിന് ഈ ഒരു നോർമൽ കീ ബാഡ്ജിങ് വരുന്നതല്ലാതെ ഒരു കീ കൂടി ഉണ്ട്, ഡിജിറ്റൽ കീ അല്ലേ. ആ കീ ആയാലും ഇറക്കി ഇപ്പൊ ഈ സെഗ്മെന്റിൽ വേറൊരു ബ്രാൻഡ്സും ഇറക്കിയിട്ടില്ല. അത് ഭയങ്കര ഒരു അറ്റൻഷൻ പോണ ഒരു പോയിന്റ് ആണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു എം സ്പോർട്ടിൽ മാത്രമല്ല 520 ഒരു പെട്രോൾ മോഡലും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിനെ റിമോട്ടിൽ പുറത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, മൂവ്മെന്റ്സ് ഒന്ന് ഫോർവേഡും ബാക്ക്വേർഡൊക്കെ ഒന്ന് ആക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആ കീ നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ എടുക്കാനൊരു മിസ്സായി പോയി. ഇത് സെയിലിനുള്ള വണ്ടി ആയതുകൊണ്ട് അത് എന്താ വെച്ചാൽ അത് നല്ല കെയർ വേണം. എന്താ വെച്ചാൽ താഴെ പോലും വീഴരുത്, ഫുൾ ഗ്ലാസ് ആണ് അതിന്റെ മെറ്റീരിയൽ. അതൊക്കെ BMW തന്നെ ചെയ്തിരിക്കണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് ലൈക്ക് നിങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അങ്ങനത്തെ കുറെ അറ്റൻഷൻ ഡീറ്റെയിൽസ് ഇപ്പത്തെ വണ്ടികൾക്ക് ഇല്ല. അതെ, പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത്രയും പ്രീമിയം കൊടുത്ത് വാങ്ങുമ്പോ ലൈക്ക് യു ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്. പക്ഷെ വീണ്ടും കാരോട് ഈ ഫീല് നമുക്ക് ഇതിൽ തന്നെ കിട്ടുമോ? ഇതിന്റെ സ്പീക്കേഴ്സ് നൈസാണ്, അതേപോലെ റിവേഴ്സ് ക്യാമറ 360 നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ഫാമിലി ഓറിയന്റഡ് ലൈക്ക് ഡ്രൈവർ വെച്ച് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഈ 350 എടുക്കുക, അല്ലെങ്കിൽ ലെക്സസിലോട്ട് പോവാം. പക്ഷെ ഇത് ആർക്കാ വേണ്ടെന്ന് വെച്ചാൽ ഒരു എൻതൂസിയാസ്റ്റ് ആയിരിക്കണം, പിന്നെ ഒരു BMW ലവറും ആയിരിക്കണം. എന്താ വെച്ചാൽ ഡ്രൈവിംഗ് ഫീൽ മാത്രം നോക്കി
സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോണവരുണ്ട്. അന്നാ സ്പേസും വേണം. ലൈക്ക് റെയർ നോക്കുമ്പോൾ അത്ര സ്പേസ് ഇല്ല. എന്താ വെച്ചാൽ രണ്ടാൾക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ, മറ്റേ ട്രാൻസ്മിഷൻ ടണൽ പൊങ്ങി വരുന്നോണ്ട്. അതാണ് നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് ഫീല്. നിങ്ങൾക്ക് വീക്കെൻഡ്സ് ആയ പൊളിച്ച് ഹില്ലി റോഡ്സിലൊക്കെ ഇങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഫീല്, ഡ്രൈവിംഗ് ഫീലും. പിന്നെ നിങ്ങൾക്ക് ഈ 3 ലിറ്റർ ഇൻലൈൻ 6ന്റെ ബാലൻസ്, നമ്മൾ എത്ര ഫാസ്റ്റ് ആയി പോയാലും ആ റിഫൈൻമെന്റ് ഡീസൽ ആണ് എന്നൊരു ഫീലേ ഇല്ല നമുക്ക് അകത്തുനിന്ന്. പുറത്തുനിന്ന് ഫ്ലാറ്റ് ഉണ്ട്, അത് കാണുമ്പോ തന്നെ നമ്മൾ ആ റെയർ വ്യൂ മിററിൽ കാണുമ്പോ തന്നെ നമുക്ക് പണ്ട് പേടിയാണ് ഈ വണ്ടി കാണുമ്പോ തന്നെ. അത് BMW അതാണ് അതും നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേ കിട്ടുള്ളൂ. ബിക്കോസ് ഇപ്പത്തെ ലുക്ക് എടുത്തു പറയുകയാണെങ്കിൽ വേസ്റ്റ് ലുക്കാണ്. അതാണ് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നോക്കേണ്ട ഒരു മെയിൻ സംഭവം. ഈ ഒരു G30 അല്ലെങ്കിൽ F10ന്റെ പ്രശ്നം എന്താ വെച്ചാൽ F10ന്റെ ഡ്രൈവ് ഫീൽ എല്ലാം പോയി. F10 ഒരു കപ്പല് പോലെ ഓടിക്കാൻ. ഇത് അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ എടുത്ത് ഓവർടേക്ക് ചെയ്ത് പോകാനും ആ ഒരു അജൈലാണ് കുറച്ചുകൂടി. പിന്നെ ഇത് ഇപ്പോ സെക്കൻഡ് ഹാൻഡ് വാങ്ങുകയാണെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് ഒരു പഴയ വണ്ടിയാന്നുള്ള ഫീൽ ഇല്ല. ഇപ്പോഴും ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ ആ ഒരു കണ്ടീഷൻ. അതെ, പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഇതിനായിട്ട് നിങ്ങൾ മെയിൻ്റെനൻസ് സെക്കൻഡ് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നോക്കുമല്ലോ, സംഭവങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വണ്ടിക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ ഡ്രൈവിന്റെ വിശേഷം കഴിഞ്ഞു. ഇനി പറയേണ്ടത് ഇതിന്റെ മെയിൻ്റെനൻസ്, പാർട്സ്, സർവീസ് കോസ്റ്റ്. അതൊരു വലിയൊരു കഥയാണ് BMW കേസിൽ. പാർട്സ് നോക്കുകയാണെങ്കിൽ സെൻസേഴ്സ് എപ്പോൾ വേണമെങ്കിലും അടിച്ചു. ഈ ഒരു സെഗ്മെന്റ് ഏത് ജർമ്മൻസ് എടുത്താലും എപ്പോഴും പറഞ്ഞിട്ട് കാര്യമാണ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. പിന്നെ ഒരു യൂഷ്വൽ കാഷ്വാലിറ്റിയാണ് ABS സെൻസേഴ്സ്. അതെപ്പോഴും നമ്മളൊന്ന് കരുതിയിരിക്കണം. ഓക്കെ, അതിലും ലൈക്ക് കുറെ പേർക്ക് ഒരുപാട് നാള് ഇങ്ങനെ ഓടിയിട്ട് ഇഷ്യൂസ് വരാത്തവരുണ്ട്. അത് അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈലും ആ ഒരു മെയിൻ്റെനൻസ് പാർട്ട്, അവർ ഡ്രൈവ് ചെയ്യുന്ന റോഡും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇത് 530D M Sport ആയതുകൊണ്ട് അല്ലാണ്ട് കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സംഭവങ്ങൾ നമ്മൾ കെയർ ചെയ്യണം. ലൈക്ക് കൊണ്ട് നടക്കാം, പക്ഷെ എല്ലാ പാർട്സും നിങ്ങളൊന്ന് സോഴ്സ് ചെയ്ത് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ. പിന്നെ പാർട്സിന്റെ അവൈലബിലിറ്റി, ലൈക്ക് ഇത് ജർമ്മൻ കാർ ആയതുകൊണ്ട് അവൈലബിലിറ്റിക്ക് ഓർഡർ ചെയ്ത് കിട്ടും. ലൈക്ക് എവിടെ നിന്നായാലും സോഴ്സ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇത് യൂണിവേഴ്സൽ കാർ അല്ല, എല്ലാവിടെയും വിറ്റ് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് പാർട്സിന്റെ അവൈലബിലിറ്റി ഇഷ്യൂ ഇല്ല. പക്ഷെ പാർട്സിന്റെ കോസ്റ്റ് അതൊരു ബോംബാണ്. അത് ഇടയ്ക്ക് നിങ്ങൾക്ക് അവൈലബിലിറ്റി ഇഷ്യൂസ് വരുമ്പോൾ അതൊരു പ്രീമിയം കൊടുക്കേണ്ടി വരും അത് കിട്ടാനായിട്ട്. പാർട്സ് കോസ്റ്റ് എപ്പോഴും നിങ്ങൾ കരുതിയിരിക്കണം, പാർട്സിന്റെ റേറ്റ്. പിന്നെ ഇത് 530D M Sport ആയതുകൊണ്ട് എഞ്ചിൻ റിലേറ്റഡ്, എഞ്ചിനിൽ കെയർ വേണം, കറക്റ്റ് ടൈമിൽ ഓയിൽ സർവീസ് ചെയ്യണം. 6 സിലിണ്ടർ ആയതുകൊണ്ട് ഇതിന് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. മറ്റേ 4 സിലിണ്ടറിനാകുമ്പോൾ അത് 2 ലിറ്റർ ഭയങ്കര ബ്രെഡ് ആൻഡ് ബട്ടർ എഞ്ചിൻ ആണല്ലോ. പക്ഷെ അതുപോലെയല്ല ഇത് 3 ലിറ്റർ ഇൻലൈൻ 6ന് കുറച്ച് കെയർ വേണം. ലൈക്ക് 2 ലിറ്ററിനേക്കാളും കുറച്ചുകൂടി കെയർ കൊടുക്കണം. പിന്നെ സർവീസ് കോസ്റ്റ് എങ്ങനെ ഒരു 40 ബേസിക് ഓയിൽ സർവീസ് ഒക്കെ ഒരു 25K 30K ആ ഒരു റേഞ്ചിലുള്ളൂ. പക്ഷെ ഇഷ്യൂസ് വരാണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ്. പക്ഷെ നമ്മളൊരു യൂസ്ഡ് കാർസ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഒരു 1 lakh സർവീസ് വരെ കാണുന്നുണ്ടല്ലേ. 1 lakh പ്രൈസ് മേജർ സർവീസിലോട്ട് വരുമ്പോൾ ലൈക്ക് നമ്മൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു 5 lakhs 6 lakhs ഇതിനായിട്ട് മാറ്റി വെക്കണം നമ്മൾ എടുക്കുകയാണെങ്കിൽ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ എല്ലാം ഇപ്പോൾ ഓയിൽ, ബ്രേക്സ്, എന്ത് സാധനം, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെല്ലാം ഇൻഫോർടൈൻമെന്റിലെ റെക്കോർഡ് ഉണ്ടാവും. അതുണ്ട്, ലാസ്റ്റ് എന്ന് സർവീസ് ചെയ്തു, അതൊരു വേണം, നമുക്ക് എല്ലാവരുടെയും പറഞ്ഞു തരും. എന്താ വെച്ചാൽ എവിടെ കറക്റ്റ് മാറണം. BMW എല്ലാ വണ്ടിയിലും ഉണ്ടല്ലോ അത്. ഏറ്റവും പറയുകയാണെങ്കിൽ അത് കറക്റ്റ് മാറുന്നതിന്റെ അവർ പറയില്ലേ, അതിന്റെ തൊട്ട് മുന്നേ മാറണം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ മാക്സിമം യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുക ഡ്രൈവ്. എന്താ വെച്ചാൽ ഡ്രൈവ് സെൻട്രിക് കാറാണ്. മാക്സിമം നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യുക. വണ്ടി ഓടാണ്ട് വെച്ചിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ റീസെയിൽ വാല്യൂ എന്തായാലും കുറവായിരിക്കും. പക്ഷേ ഈ 530Dക്ക് ഇപ്പോൾ ഒരു വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പുതിയ 5 സീരീസിന്റെ ഡീസൽ എഞ്ചിനും കൂടി ഇല്ല. അതെ, ഒന്നാമത് ഈ 3 ലിറ്റർ ഇൻലൈൻ 6 ഇപ്പോൾ പോയി. അപ്പോൾ ഇത് ഇപ്പോഴും വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയും ഒരു എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ എൻജോയ് ചെയ്യാം മാക്സിമം അല്ലേ. സോ നമ്മൾ ഈ കാർ സ്പെഷ്യലി കിട്ടിയത് അമാനി മോട്ടോഴ്സ് എന്നാണല്ലേ. അപ്പൊ അതിന്റെ ഒരു വിശേഷം പറയാം. അമാനി മോട്ടോഴ്സ് ഇപ്പൊ ഞങ്ങൾക്ക് ലൈക്ക് നമ്മൾ ചോദിച്ചപ്പോഴായാലും എല്ലാവരും വാം വെൽക്കമിങ് ആ ഒരു ഇത് കിട്ടിയിരുന്നു നമുക്ക് എല്ലാ ഷോറൂംസിൽ കിട്ടും. അത് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ കാർ നമുക്ക് അവർ തരും ചെയ്തു റിവ്യൂവിന്. സോ പിന്നെ ഈ വണ്ടി ഇപ്പൊ സെയിലുണ്ട്. അതാണ് സ്പെഷ്യലി നമ്മളിത് കൊണ്ടുവരാനൊരു കാരണം. അമാനി മോട്ടോഴ്സ് തന്നെ സെല് ചെയ്യുന്ന ഒരു കാറാണ്. അമാനി മോട്ടോഴ്സ് വന്നിട്ട് നമ്മുടെ കൊച്ചി തൃക്കാക്കരയിലാണ് വേറെ ഓഫീസ് വരുന്നത്, പൈപ്പ് ലൈൻ റോഡിൽ. അപ്പോൾ അവിടെ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഇനിയും വാഹനങ്ങളുണ്ട്. നമ്മളതെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ ചെക്ക്ഔട്ട് ചെയ്യുക ഷോറൂം. ലൈക്ക് നിങ്ങൾക്ക് 530D M Sport എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുക്കാം, കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഇത് ഫോർ സെയിലാണ് ഇപ്പോൾ. സോ അത്രയ്ക്ക് തന്നെ ഉണ്ടായുള്ളൂ ഞങ്ങളുടെ എപ്പിസോഡ് 3 അല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.